സോ ഹായ് ഗൈസ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻകോഡ് ആൻഡ് ഡീകോഡ് സ്ട്രിങ്സ് ആണ്. അപ്പോൾ ഇതൊരു ലീഡ് കോഡ് പ്രീമിയം ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ലീഡ് കോഡിൻ്റെ സൈറ്റിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ വേണം ഇത് സോൾവ് ചെയ്യണമെങ്കിൽ. ഞാനിത് നീറ്റ് കോഡിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. ഒരു സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ്, ലീഡ് കോഡ് പോലത്തെ ഒരു സിമിലർ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടും. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. സോ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് design an algorithm to encode a list of strings to a string. The encoded string is then sent over the network and is decoded back to the list of original strings. അപ്പോൾ നമുക്ക് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, എൻകോഡ് ആൻഡ് ഡീകോഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് തരുന്ന എൻകോഡഡ് ഫങ്ഷനെ അതിന് നമ്മളൊരു എൻകോഡഡ് സ്ട്രിങ് ആയിട്ട് കൊടുക്കണം, റിട്ടേൺ ചെയ്യണം. ആൻഡ് ഡീകോഡഡ് ഫങ്ഷൻ ആ ഡീകോഡഡ് സ്ട്രിങ്ങിനെ തിരിച്ച് ഒരു അറേ ആയിട്ട് റിട്ടേൺ ചെയ്യണം. ഓക്കെ, സോ ടെസ്റ്റ് കേസ് നോക്കുമ്പോൾ ഹലോ വേൾഡ് ഉണ്ട്, നമുക്ക് ഇനിഷ്യലി കിട്ടുന്നു, അതിന് എൻകോഡ് ചെയ്ത് നമ്മൾ അയക്കുന്നു. ഡീകോഡ് ഫംഗ്ഷൻ എടുത്തിട്ട് അതിന് ഡീകോഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഹലോ വേൾഡ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ടെസ്റ്റ് കേസിനെ നമുക്ക് ഹലോ വേൾഡ്, ഓക്കെ, നമുക്കിതിപ്പോൾ എങ്ങനെ എൻകോഡ് ചെയ്യാം എന്ന് ഒന്ന് ആലോചിക്കാം. അതായത് നമുക്ക് പല രീതിയിൽ ഇതിനെ എൻകോഡ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത്, ഓരോ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തും ഒരു ഡീലിമിറ്ററും പിന്നെ ആ സ്ട്രിങ്ങും കൂടെ ആയിട്ട് സെൻഡ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ അതായത് ഇപ്പം ഹലോ നോക്കുമ്പോൾ ഹലോൻ്റെ ലെങ്ത് 5, ഒരു ഹാഷ് ഹലോ. ഓക്കെ, സിമിലർലി വേൾഡിൻ്റെ ലെങ്ത്തും 5, വീണ്ടും ഒരു ഹാഷ് ആ സ്ട്രിങ്. സോ നമ്മുടെ എൻകോഡ് ഫങ്ഷൻ അറേ ഓഫ് സ്ട്രിങ്സിനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വേണം തരാൻ. ഓക്കെ, സോ ഇത് ഒരു അറേ ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇത് ഒന്ന് ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്യാം. സോ ഫോർ നമുക്ക് ഈ സ്ട്രിങ്സ് അറേയിൽ കൂടെ നമുക്കൊന്ന് ഐട്രേറ്റ് ചെയ്യണം. ആൻഡ് നമുക്കൊരു ആൻസർ വേരിയബിൾ വേണം. ഓക്കെ, ആൻഡ് ആൻസർ ഒരു സ്ട്രിങ് ആയതുകൊണ്ട് ആൻസർ ഇസ് ഈക്വൽ ടു ആൻസർ പ്ലസ് ഈക്വൽ ടു ആൻസർ ഇസ് ഈക്വൽ ടു ആൻസർ പ്ലസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വേണ്ടത് ആ നമ്പറാണ്. അപ്പോൾ str.length പ്ലസ് നമുക്കൊരു ഹാഷ് ഡീലിമിറ്റർ ഇടണം. ആൻഡ് നമുക്ക് ആ സ്ട്രിങ്ങും പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ആൻസർ. ഓക്കെ, encode is expected to return a string but got undefined. ഓക്കെ, സോ നമുക്കിത് റിട്ടേണും കൂടെ ചെയ്യണം. വെറുതെ കൺസോൾ ചെയ്യാൻ പറ്റത്തില്ല, ആ ലീഡ് കോഡ് പോലെ നമുക്കിവിടെ റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇവിടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഡീകോഡിലും നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്താലേ റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അപ്പം നമ്മൾ പറഞ്ഞ പോലെ എൻകോഡിൽ നമ്മളിങ്ങനെ 5 ഹലോ 5 വേൾഡ് എന്ന് നമ്മൾ പറഞ്ഞ ആ സാധനം നമ്മളിപ്പോൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് ഇതാണ് നമുക്കിനി സ്ട്രിങ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. സോ നമ്മുടെ പാരാമായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഇനി തിരിച്ച് ഡീകോഡ് ചെയ്ത് നമുക്ക് ഈ സാധനം ആക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഇനി ഡീകോഡ് ഫംഗ്ഷൻ്റെ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സോ str ഉണ്ട്. നമുക്ക് ഒരു വേരിയബിൾ നമുക്ക് ആദ്യം നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള അറേ നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് 2 ഐട്രേറ്റർ വേരിയബിൾസ് വയ്ക്കാം ഇതിൻ്റെ അകത്തൂടെ ഐട്രേറ്റ് ചെയ്യാൻ. i ഈക്വൽ ടു 0 ആൻഡ് j ഓൾസോ ഈക്വൽ ടു 0. ഓക്കെ, എന്നിട്ട് നമുക്കൊരു വൈൽ ലൂപ്പിൽ നമുക്ക് ഈ സ്ട്രിങ്ങിനെ നമുക്കൊന്ന് ഐട്രേറ്റ് ചെയ്യാം. വൈൽ i ലെസ് ദാൻ str.length. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലെങ്ത് ആണ് വരുന്നത്. അപ്പം ലെങ്ത് കിട്ടുന്നവരെ നമുക്ക് ഈ സ്ട്രിങ്ങിൽ നമുക്ക് ഐട്രേറ്റ് ചെയ്യണം. അപ്പം വീണ്ടും ഒരു വൈൽ ലൂപ്പ് ഇട്ടിട്ട് നമുക്ക് വൈൽ str of i is not equal to hash.
ഓക്കെ, അതിൽ str(i) is not equal to hash ആകുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് ആ ലെങ്ത് വേണം. ലെങ്ത് എന്തായിരിക്കും? ലെങ്ത് വിൽ ബി നമുക്ക് ഇതിൽ നിന്ന് സബ്സ്ട്രിങ് ആയിട്ട് എടുക്കണം. അപ്പോൾ പാർസിൻറ്റ് ആൻഡ് str.substring അല്ല, ലെങ്ത് എടുക്കാൻ വരട്ടെ. നമുക്ക് ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് J++, നമ്മൾ J ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കാം. സോറി. സോ നമ്മളിവിടെ str(i) ഹാഷ് ആവുന്ന വരെ ജെനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഹാഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് J നമുക്ക് ഇവിടെ കിട്ടും, ഹാഷിൽ കിട്ടും. ഓക്കെ, സോ ഇനി നമുക്കിനി ലെറ്റ് ലെങ്ത് ഇനി നമുക്ക് ആ ലെങ്ത് നമുക്ക് സബ്സ്ട്രിങ്ങിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നേരത്തെ കണ്ട പാർസിൻറ്റ് ആൻഡ് നമുക്ക് str.substring i, j. നമുക്ക് ഇതൊന്ന് കൺസോൾ ചെയ്ത് നോക്കിയാലോ. console.log ലെങ്ത്, ഇവിടെ ഒരു empty arrayയും കൂടെ ഒന്ന് റിട്ടേൺ ചെയ്യാം തൽക്കാലത്തേക്ക്. ഓക്കെ, ആൻസർ ഒന്ന് കൊടുക്കാം. ഓക്കെ 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 നമ്മുടെ വൈൽ ലൂപ്പ് ഇവിടെയാണ് എക്സിറ്റ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ് ഇവിടെയാണ്, ഡി കോഡ് ഇവിടെയാണ്. ഓക്കെ, എററുണ്ട്. ഓക്കെ, ക്ലാസിന്റെ ബ്രാക്കറ്റ് ആയിരുന്നു അത്. ഓക്കെ, ഇപ്പം ശരി. ഓക്കെ, ഫോർമാറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഈ ഡി കോഡിൻ്റെ അകത്തേന് നമുക്ക് ഒരു empty array ഇപ്പോൾ തൽക്കാലത്തേക്ക് എറർ അടിക്കാതിരിക്കാൻ നോക്കാം. ഈ ലെങ്ത് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം എന്താ വരുന്നതെന്ന്. നമുക്കത് ഡി കോഡിൻ്റെ അകത്ത് റിട്ടേൺ ചെയ്യുന്ന മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ, കൺസോൾ ഹിസ്റ്ററി ഔട്ട് വരുന്നില്ല, TLE എറർ അടിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സംഭവം കിടക്കുന്നതുകൊണ്ടാണ് i ഇൻക്രിമെന്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്കതും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലെങ്ത് പിന്നെ നോക്കാം. എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാവുന്നില്ല, നമുക്കത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ലെങ്ത് കിട്ടിയിട്ടുണ്ട്. ലെങ്ത് ഇപ്പോൾ 5 ആണെന്ന് വെച്ചോ, നമുക്ക് പിന്നെ ഡീബഗ് ചെയ്യാം. ആൻഡ് ലെങ്ത് കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് j നമുക്കിനി ആ ലെങ്ത് കിട്ടിയത് വെച്ചിട്ട് നമുക്കിനി ഇൻക്രിമെന്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ j ഇപ്പോൾ ഹാഷിലാണ് നിൽക്കുന്നത്. ഐനെ കൊണ്ടുവന്ന് നെക്സ്റ്റ് സ്ട്രിങ്ങിൻ്റെ അവിടെ നിൽക്കണം. ഐനെ അവിടെ വെച്ചു. j എന്ന് പറയുന്നത് i പ്ലസ് ലെങ്ത് ആയിട്ട് നമുക്ക് ജെനെ നമുക്ക് ഇവിടെ വയ്ക്കാം. അതായത് നമുക്ക് ഇവിടെയാണ് j നിന്നിരുന്നത്, അപ്പം ലെങ്ത്തും കിട്ടി. ഐനെ നമ്മൾ എച്ചിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ജെനെ നമ്മൾ അതിൻ്റെ എൻഡ് ലെങ്ത് വെച്ച് ആഡ് ചെയ്ത് ജെനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇനി നമ്മുടെ ആൻസർ അറയിലോട്ട് നമുക്ക് ഇതിനെ പുഷ് ചെയ്യാം, സബ്സ്ട്രിങ് ആക്കിയിട്ട്. ആൻസർ ഡോട്ട് പുഷ് ഈ str ഡോട്ട് വീണ്ടും സബ്സ്ട്രിങ്. ഓക്കെ, i, j. അപ്പൊ എന്തായി? i ഇവിടെ ഉണ്ട്, j ഇവിടെ ഉണ്ട്. 5ലാണ് നിൽക്കുന്നത്, കാരണം i+5 ആയതുകൊണ്ട് ഇവിടെ വന്നിരിക്കും. അപ്പൊ സബ്സ്ട്രിങ് ആകുമ്പോൾ O വരെ j-1 വരെയാണ് പോകുന്നത്. സോ അതും കിട്ടി. അപ്പോൾ നമ്മൾ j ഇവിടെ നിൽക്കുകയാണ്, i ഇവിടെ നിൽക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലൂപ്പിൽ ഐയും ജെയും വീണ്ടും ഇവിടെ തന്നെ വരണം. അപ്പൊ അതിനായിട്ട് നമ്മൾ i ഈക്വൽ ടു j എന്നും കൂടെ കൊടുക്കുന്നു. അപ്പം നെക്സ്റ്റ് ലൂപ്പിൽ വരുമ്പോഴത്തേക്ക് i വീണ്ടും അതിലോട്ട് വരുന്നു. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ആൻസർ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ 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 റൺ ചെയ്ത് നോക്കട്ടെ. വീണ്ടും നമ്മുടെ TLE എറർ വരുന്നുണ്ട്. ഞാൻ എന്തോ ഒരു എഡ്ജ് കേസ് മിസ് ചെയ്യുന്നുണ്ട്.
str(i) അല്ല, സോറി, str(j) ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, str(j) അല്ലേ നമ്മളിവിടെ j അല്ലേ ഇൻക്രിമെന്റ് ചെയ്തത്, അതാണ് ടൈം ലിമിറ്റഡ് എക്സീഡ് എറർ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, 5 ഹലോ വേൾഡ് നമുക്കിവിടെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ആ സാധനം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡീകോഡ് ഫംഗ്ഷൻ എന്താണ് നമ്മളിപ്പോൾ ചെയ്തത്? നമുക്ക് ആ ലെങ്ത് കിട്ടുന്നുണ്ട്, ആ ഒരു ഓരോ സബ്സ്ട്രിങ്സ് ആയിട്ട് നമ്മൾ ഡീകോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് നേരത്തെ ആ ലെങ്ത്തിന്റെ കാര്യം പറഞ്ഞത്. നമുക്ക് അതൊന്നും വെറുതെ കൺസോൾ ചെയ്ത് കാണിച്ചത്. നമ്മളിവിടെ ലെങ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 5 എന്ന് കിട്ടും. കണ്ടോ, 5 ഇതിന്റെ ഓരോന്നിന്റെ ലെങ്ത് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് സബ്മിറ്റ് ചെയ്തും കൂടെ നോക്കാം. യെസ്, അപ്പോൾ അതും എല്ലാ ടെസ്റ്റ് കേസും പാസ്സായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ എൻകോഡ് ഡീകോഡ് ഫംഗ്ഷൻ്റെ ഒരു അൽഗോരിതം എൻകോഡ് ചെയ്യാൻ വേണ്ടി. ദിസ് ഇസ് ദ ലൈക്ക് ഈസിയസ്റ്റ് വേ ടു എൻകോഡ് ആൻഡ് ഡീകോഡ് ഓൾസോ. അല്ലാതെ വേറെ പല രീതിയിൽ എൻക്രിപ്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. ബട്ട് ഇത് ഒരു സിമ്പിൾ വേ ആണ്. നമുക്ക് കിട്ടുന്ന അതിന് നമ്മൾ അതിന്റെ ലെങ്ത്തും ഒരു ഡീലിമിറ്റർ ഇട്ട് നമ്മൾ കൊടുക്കുന്നു. നമുക്കിവിടെ ഒരു ഡീലിമിറ്ററിന് പകരം വേണമെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും ഒരു ഹാഷ് കീ ആക്കി സെപ്പറേറ്റ് കീ ആയിട്ട് വെക്കാം. എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഈ സ്ട്രിങ്സിനെ നമുക്ക് അല്ലാതെ വീണ്ടും എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ലെങ്ത്, ഈ ഡീലിമിറ്റർ ഈ എൻക്രിപ്റ്റഡ് സ്ട്രിങ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ എൻക്രിപ്ഷൻ ലോജിക്ക് നമുക്ക് അതും കൂടെ ഷെയർ ചെയ്യാം ഡീകോഡ് ചെയ്യേണ്ട സമയത്ത്. അപ്പോൾ അത് വിളിച്ച് അതിനെ എൻക്രിപ്റ്റ് ചെയ്യാം. നമുക്ക് പല രീതിയിൽ ചെയ്യാം. പക്ഷെ ഇതൊരു സിമ്പിൾ വേ ഓഫ് സോൾവിങ് ദിസ് ആണ്. അപ്പോൾ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു, ഈ ലെങ്ത് ഇതിന്റെ ഹാഷ് ആഡ് ചെയ്ത് നമ്മൾ ഇതിനെ ഇങ്ങനെ ആക്കുന്നു. തിരിച്ചു വരുന്നിടത്ത് നമ്മൾ ജസ്റ്റ് ബേസിക് ലൂപ്പിങ്ങിന്റെ ഒരു ഐഡിയ പറയുന്നത് കൊണ്ട് നമുക്ക് ആ പോയിന്റേഴ്സ് ഒക്കെ 2 പോയിന്റേഴ്സ് എങ്ങനെ മൂവ് ചെയ്യേണ്ടത് ഒരു സ്ട്രിങ്ങിൽ എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടാനാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. സോ 5 ഹാഷ് അങ്ങനെ വെക്കുന്നു അല്ലെ. ഇവിടെ ഇത് വെക്കുന്നു, ഇനിഷ്യലി ഐയും ജെ ഇവിടെ വരുന്നു, എന്നിട്ട് ഹാഷ് വരെ, അതായത് ഇത് 5 ആവണമെന്നില്ലല്ലോ, 2 3 ഡിജിറ്റ് ഒക്കെ ആയാലും ഹാഷ് വരെ നമ്മൾ അതിനെ ഐറ്ററേറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു ജെന്. അപ്പോൾ നമുക്ക് അതിന്റെ ലെങ്ത് എടുക്കാൻ വേണ്ടി എന്നിട്ട് ഐയും ജെയും കൂടെ സബ്സ്ട്രിങ് ആക്കി വെച്ച് നമ്മൾ അതിനെ എടുക്കുന്നു. ഓക്കെ, ആ ലെങ്ത് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഐനെ കറണ്ട് ഇനിഷ്യലി 0 ഇൻഡെക്സിൽ കിടന്ന ഐനെ നമ്മൾ പിടിച്ച് ആ ഹാഷിന്റെ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. ആൻഡ് ഇതിന്റെ ലെങ്ത് എത്രയാണോ അത്രയും നമ്മൾ ജെനെ അങ്ങ് ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ആ സ്ട്രിങ്ങിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ആൻസർ അറേയിൽ വെക്കുന്നു. ഐനെ വീണ്ടും കൊണ്ടുപോയി ജെ കറക്റ്റ് നിൽക്കുന്ന സ്ഥലത്ത് എവിടെയാണോ ഇവിടെ നിന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഹാഷിന്റെ അപ്പുറത്തുള്ള ഇവിടെ നമ്പറിന്റെ അവിടെ വന്നിക്കും. നെക്സ്റ്റ് ലെങ്ത്തിന്റെ ഫസ്റ്റ് ഇൻഡെക്സിൽ വന്നിക്കും. അപ്പോൾ അത് അങ്ങനെ വെക്കുന്നു. വീണ്ടും ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു സ്ട്രിങ് എൻഡ് ചെയ്യുന്നവരെ. യെസ്, അപ്പോൾ ഇതാണ് എൻകോഡ് ആൻഡ് ഡീകോഡ് സ്ട്രിങ്സ്. താങ്ക് യു.